നമസ്കാരം, ന്യൂ റിലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിക്ക് ശേഷം മലയാളത്തിന്റെ പുത്തൻ പ്രതീക്ഷയായ പ്രണവ് മോഹൻലാൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് 21ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലൂടെ. രാംലീലയ്ക്ക് ശേഷം കഥയും തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കിയാണ് അരുൺ ഗോപി സംവിധാന രംഗത്തേക്ക് മടങ്ങിയെത്തിയത്. അപ്പോൾ തന്നെ ആദിക്ക് ശേഷം നായക വേഷത്തിലേക്കുള്ള പ്രണവിന്റെ മടങ്ങി വരവ് കൂടിയാണ് ടോംചൻ മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന 21ാം നൂറ്റാണ്ട്. തല്ലാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്. പ്രണയവും ഗോവയുമാണ് 21ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല, യുവതലമുറയുടെ സിനിമാ കഥകളിലെ ഹരമായ ഗോവയുടെ നിറങ്ങൾ നിറഞ്ഞ രാവുകൾ ഒപ്പിയെടുത്ത ഫ്രെയിമുകളാണ് ചിത്രത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗോവയിൽ താമസമാക്കിയ ഒരു സ്പോയിൽഡ് ഫാദറും മകനും ജീവിക്കുന്ന തട്ടുപൊളിപ്പൻ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി മൂലമുണ്ടാകുന്ന ജീവിത വ്യതിയാനങ്ങളുടെ കഥയാണ് 21ാം നൂറ്റാണ്ട്. വൈകാരിക സാമൂഹിക പ്രസക്തമായ ഒരു വിഷയത്തിന്റെ ആക്ഷനിലും ആക്ഷേപഹാസ്യത്തിലും പൊതിഞ്ഞുള്ള അവതരണമാണ് ഫാമിലി ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രം. അപ്പനുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മകൻ നടത്തുന്ന ശ്രമങ്ങളാണ് തുടക്കത്തിൽ നാം കാണുന്നതെങ്കിലും നായികയുടെ വരവോടുകൂടി ചിത്രം സഞ്ചരിക്കുന്നത് മറ്റൊരു വഴിയിലാണ്. Hi, I'm Michael Roney, a gentleman from Goa. കോഫി കുടിക്കാൻ വന്നാ? അല്ല, പെട്രോൾ അടിക്കാൻ വന്നാ. ഗോവയുടെ മനോഹാരിതയും ജീവിത കാഴ്ചകളുമായി എരിവും പുളിയുമായി ഒന്നാം പകുതി അവസാനിച്ചപ്പോൾ രണ്ടാം പകുതി സാമൂഹിക വിമർശനങ്ങളും കാഴ്ചപ്പാടുകളുമായി മുന്നേറി. വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ മൂഡിലേക്ക് മാറുന്ന സിനിമയുടെ അവസാന ഭാഗങ്ങൾ മുഴുവനും കാർ ചേസിങ്ങും ഗ്രാഫിക് ഉപയോഗിച്ചുള്ള ആക്ഷൻ രംഗങ്ങളും കൊണ്ടുപോവുകയായിരുന്നു. ബാബാ, ഇതാണ് എൻ്റെ ആദ്യത്തെ കൊട്ടേഷൻ. പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേരും ചിത്രത്തിൽ അപ്പു എന്ന് തന്നെയാണ്. ഒരു സർഫിംഗ് ഇൻസ്ട്രക്ടറുടെ കഥാപാത്രമാണ് പ്രണവ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രണവിന്റെ നായികയായി എത്തിയ പുതുമുഖ താരം സായ ഡേവിഡും സ്ക്രീനിൽ അതേ പേര് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതുമുഖത്തിന്റെ പതർച്ചകൾ ഏതുമില്ലാതെ സായ മികച്ചു നിന്നപ്പോൾ പ്രണവിൻ്റെതടക്കമുള്ള മറ്റുള്ളവരുടെ അഭിനയ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങിയെന്ന് വേണം പറയാൻ. ആക്ഷനും ഡാൻസും നന്നായി കൈകാര്യം ചെയ്ത പ്രണവ് ഭാവാഭിനയത്തിനും ഡയലോഗ് പ്രസന്റേഷനും കഴിഞ്ഞ സിനിമയേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പന്റെ ചരിത്രം അപ്പന്. ബാബ എന്ന് വിളിക്കുന്ന അപ്പുവിന്റെ അച്ഛനായി മനോജ് കേജൻ മികച്ചു നിന്നു. കൂടാതെ ധർമ്മജൻ ബോൾഗാട്ടി, സിദ്ദീഖ് തുടങ്ങിയവരും അവരുടെ വേഷങ്ങൾ മികച്ചതാക്കി. അപ്പോ ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാം, നീ നിന്ന് തന്നാ മതി. പീറ്റർ ഹെയ്ൻ വീണ്ടും മികച്ച ആക്ഷൻ രംഗങ്ങളുമായി മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ ചിത്രമാണ് 21ാം നൂറ്റാണ്ട്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഗാനങ്ങളുടെ വരികൾ ഒരുക്കിയത് ഹരിനാരായണനും. അഭിനന്ദൻ രാമാനുജം ഒരുക്കിയ മികച്ച ഫ്രെയിമുകൾ ഗോവയുടെയും കട്ടപ്പനയുടെയും സൗന്ദര്യത്തെ വെളിവാക്കുന്നതായി. എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചിരിക്കുന്നത് വിവേക് ഹർഷനാണ്. തിരിച്ച് ഗോവയിൽ കാലുകുത്തുന്ന ആ ദിവസം നിങ്ങൾ അവന്റെ ചരമവാർഷികം ആചരിക്കും. പേരിൽ 21ാം നൂറ്റാണ്ട് എന്ന സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രത്തോട് സാമ്യം പുലർത്തുന്നതും മോഹൻലാലിന്റെ മകൻ നായകൻ ആകുന്നു എന്നതുമൊക്കെ 21ാം നൂറ്റാണ്ടിന്റെ ഹൈ പോയിന്റ്സ് ആണെന്ന് പറയാം. 20ാം നൂറ്റാണ്ടിൽ സുരേഷ് ഗോപിയുടെ റോളിനെ പോലെ ഈ സിനിമയിൽ മകൻ ഗോകുൽ സുരേഷും അതിഥി വേഷത്തിലെത്തിയിട്ടുണ്ട്. ഇതെന്റെ പുത്തൻ റേ-ബാൻ ഗ്ലാസ്. ശരിയും തെറ്റും വേർതിരിച്ചു കാണാനുള്ള കഴിവ് മലയാള സിനിമാ സ്വാധകർക്കുണ്ടെന്ന കാര്യം സംവിധായകൻ ഓർത്തിരുന്നുവെങ്കിൽ രസം കൊല്ലിയായ ചില രംഗങ്ങളെങ്കിലും ഒഴിവാക്കാമായിരുന്നു. അതുപോലെ ആക്ഷനും മാസും ആരാധകരെ സുഖിപ്പിച്ചെങ്കിലും കഥയോടും സന്ദർഭങ്ങളോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അവ പൂർണ്ണതയിലെത്തുന്നത്. ആദ്യ സിനിമകളുടെ വിജയം ആകസ്മികമല്ലെന്ന് തെളിയിക്കാൻ അരുൺ ഗോപിക്കും പ്രണവിനും ഒരു പരിധിവരെ സാധിക്കുന്നുണ്ടെന്നതാണ് ഈ ചിത്രം നൽകുന്ന സന്തോഷം. ഒപ്പം മികച്ച ഒരു അഭിനേത്രിയെ മലയാള സിനിമയ്ക്ക് കണ്ടെത്തി നൽകിയെന്നും അരുൺ ഗോപിക്ക് അഭിമാനിക്കാം. ചോൾ ബോറെ ബൈ. വാർത്തകൾ ഉടനടി അറിയാൻ
ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.